ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ 3 വീഡിയോസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നാണ്. അപ്പോൾ അതിനകത്ത് മാഗ്നറ്റിസം എന്നൊരു ഭാഗമുണ്ട്, അത് നമ്മൾ ആ ഒരു 3 വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ ബാക്കി പാർട്ടും കൂടെ കാണാം. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് പറയാൻ പോകുന്നത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ മൂവിങ് ചാർജ് പറയാൻ പോവാണ്. അപ്പോൾ ഈ മൂവിങ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്, ചാർജിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ QE എന്നൊരു ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിപ്പിക്കുകയാണ്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ റെസ്റ്റും വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ കയ്യിൽ ഒരു വയറുണ്ടെന്ന് വിചാരിച്ചു. ഒരു വയറ് ഈ വയറിലൂടെ I എന്നൊരു കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വയറിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗത്ത് ഇൻറ്റു ആയിരിക്കും, ഈ ഭാഗത്ത് ഔട്ട് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചു ഇവിടെ ഉണ്ടാവണേ. ഓക്കെ അല്ലേ? ഞാൻ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് Q എന്നൊരു ചാർജിനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. Q എന്നൊരു ചാർജിനെ വെച്ചിട്ടുണ്ട്. ആ Q എന്ന ചാർജ് റെസ്റ്റിലിരിക്കുക എന്ന് വിചാരിച്ചു. ഓക്കെ, ഇതേ സിറ്റുവേഷൻ ഞാൻ മുൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലാണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ പറഞ്ഞുള്ളത്, പകരം ഇലക്ട്രിക് ഫീൽഡാണെന്ന് വിചാരിക്കും. ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു ചാർജിനെ റെസ്റ്റിൽ വെച്ചാലും മൂവ് ചെയ്യിപ്പിച്ചാലും അതിൻ്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? F = QE എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സിറ്റുവേഷൻ ഒന്ന് മാറ്റുകയാണ്, ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഈ ചാർജ് ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്? റെസ്റ്റിലാണെങ്കിൽ ഇത് റെസ്റ്റിൽ തന്നെ തുടരും. വിച്ച് മീൻസ് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യില്ല? നോ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക. ഒരു ഫോഴ്സും ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യില്ല. ഈ Q എന്ന ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? ഒരു ഫോഴ്സും ആക്ട് ചെയ്യില്ല. നോ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. പക്ഷേ ഇതിൻ്റെ സിറ്റുവേഷൻ ഞാൻ ഒന്ന് മാറ്റുകയാണ്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, മറ്റൊരു വയറെടുത്തു, ഈ വയറിലൂടെ കറണ്ട് I ഒഴുകുന്നുണ്ട്, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് വിചാരിച്ചോ. B എന്ന മാഗ്നറ്റിക് ഫീൽഡാണ്, ഈ ദിശയിലാണ് ഉള്ളതെന്ന് വിചാരിച്ചോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, Q എന്ന ചാർജിനെ വിത്ത് വെലോസിറ്റി V ഈ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ റെസ്റ്റിലാണെങ്കിൽ ചാർജ് ഇവിടെ എന്ത് ചെയ്യാണ്? വിത്ത് വെലോസിറ്റി Vയിൽ ഞാൻ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ വെലോസിറ്റി Vയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചാർജ് എന്ത് ചെയ്യും? നോർമലി ഒരു സ്ട്രെയിറ്റ് ലൈൻ സഞ്ചരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ ചാർജഡ് പാർട്ടിക്കിൾ എന്താണ്? ചാർജഡ് പാർട്ടിക്കിൾ ചാർജ് ഈസ് ഇൻ ചാർജഡ് പാർട്ടിക്കിൾ എന്ന് പറയണ്ട, ചാർജ് ഈസ് ഇൻ മോഷൻ ആണ്. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി V ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ചാർജഡ് പാർട്ടിക്കിൾ ആദ്യം ഒന്ന് കുറച്ച് നേരം സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ച ശേഷം എന്ത് ചെയ്യും? പാത്ത് ഡീവിയേറ്റ് ചെയ്യും. ചാർജ് ഇങ്ങോട്ട് വരും. ക്ലിയർ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലിരിക്കാതെ മോഷനിലാകുന്ന സമയത്ത് ആണ് എന്ത് സംഭവിക്കുന്നത്? പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നത്. ആ പാത്ത് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ആ ചാർജഡ് പാർട്ടിക്കിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ there will be a force acts on charged particle. അതാണ് നമ്മുടെ ഹെഡിങ്. എന്താണ്? ഫോർ എ ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ചാർജ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിൻ്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ചാർജിൻ്റെ പാത്തിന് എന്ത് ചെയ്യും? ഇങ്ങനെ പോകുന്ന ചാർജ് എന്ത് ചെയ്യും? വളഞ്ഞു പോകും. പാത്തിന് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യിക്കും. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് അതിനെ പറയാ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്.
ക്ലിയർ അല്ലേ? ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എപ്പോഴേ ഉണ്ടാവുള്ളൂ? ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ വിത്ത് വെലോസിറ്റി v മൂവ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് എഴുതാം. വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ചാർജ്ഡ് പാർട്ടിക്കിൾ വെൻ ചാർജ് moves with a velocity v in a magnetic field, then there will be a force acts on charged particle. That force is called magnetic Lorentz force. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചാർജ് എന്തോ ആയിക്കോട്ടെ, ഞാൻ ചാർജ് എന്ന് പറയുന്നത് ഇടയ്ക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയും, അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല, അത് സ്റ്റിൽ റെസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വിത്ത് വെലോസിറ്റി v മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പാത്ത് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. വിച്ച് മീൻസ് അതിൻ്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണല്ലോ, ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ FB എന്ന ലെറ്ററിലാണ് എന്ത് ചെയ്യുക? നോട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ FB എന്ന ഫോഴ്സിന് വല്ല ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ സപ്പോസ് ഇവിടെ ഉണ്ടാകുന്ന ചാർജിന്റെ വാല്യൂ എന്താണ്? ചാർജ് എന്താണ്? Q ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ FBയുടെ വാല്യൂ ഇങ്ങനെയാണ്, FB is equal to Q into V cross B. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ. FB is equal to Q into V cross B. V എന്താണ്? വെലോസിറ്റി ആണ്. B എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. Q എന്താണ്? ചാർജ് ആണ്. FB എന്താണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, താഴെ FB is equal to QVB sin തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ V ക്രോസ് B നിങ്ങൾക്കറിയാം, A ക്രോസ് B എന്താണ്? AB sin തീറ്റയാണ്. അപ്പോൾ അങ്ങനെയാണ് V ക്രോസ് B എന്താണ്? VB sin തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ V ആൻഡ് B എന്ന് വെച്ചാൽ വെലോസിറ്റി, സഞ്ചരിക്കുന്ന വെലോസിറ്റിയും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ആംഗിളാണ് എന്ത്? ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ അവിടെ എഴുതാം, Q എന്താണ്? ചാർജ് ആണ്. പിന്നെ V എന്താണ്? വെലോസിറ്റി ഓഫ് ചാർജ് ആണ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ B മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ അതേപോലെ തന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ V ആൻഡ് B. ഇതാണ് നമ്മുടെ എന്ത്? ഈ FBന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ. FB is equal to Q into V cross B. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ FBക്ക് ഡയറക്ഷൻ ഇല്ലേ? ഫോഴ്സ് അല്ലേ? സ്വാഭാവികമായിട്ടും ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും FB ഡയറക്ഷൻ? നമുക്ക് ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇക്വേഷനകത്ത് ക്രോസ് ചെയ്യാണ്, വിയും ക്രോസ് B ആണ്. V ക്രോസ് B നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ A ക്രോസ് B is equal to AB sin തീറ്റ n ക്യാപ്, അത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ A ക്രോസ് B is equal to AB sin തീറ്റ n ക്യാപ്. ആ n ക്യാപ് അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ ഞാൻ C എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സിയും എന്താണ്? ഒരു വെക്ടർ തന്നെയാണ്. എയും എന്താണ്? ബിയും എന്താണ്? വെക്ടറാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത്
ഈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആവും. ഉറപ്പായിട്ടും എന്താവും, എക്കും ബിക്കും എന്തായിരിക്കും പെർപെൻഡിക്കുലർ. ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ സി എന്ന വെക്ടർ കിട്ടുകയാണെങ്കിൽ ആ സി എന്ന വെക്ടറിന്റെ ഡയറക്ഷൻ എക്കും ബിക്കും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്തതെന്ന് സംഭവിക്കുക. ഇവിടെ നോക്ക്, വി ക്രോസ് ബി, വി ഒരു വെക്ടറാണ്, ബി ഒരു വെക്ടറാണ്, പിന്നെ ഇതൊരു വെക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് എഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്കും ബിക്കും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എഫ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു വി ആവും. അതേപോലെ എഫ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു ബി ആയിരിക്കും. ഇത് രണ്ടും സംഭവിക്കും. ബോത്ത് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. ഇതാണ് എന്ത്, ഡയറക്ഷൻ ഓഫ് എഫ് ബി. എഫ് ബി പെർപെൻഡിക്കുലർ ടു വി ആയിരിക്കും, എഫ് ബി പെർപെൻഡിക്കുലർ ടു എന്തായിരിക്കും, ബി ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളൊരു ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ചാർജ് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ശരിയല്ലേ? അപ്പോൾ എന്തായാലും ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ടിലേക്കോ. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടെത്തണം. ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ മെയിൻലി 3 റൂളാണ് ഉപയോഗിക്കുക. അതിൽ ഒന്നാമത്തെ സ്ക്രൂ റൂള്, രണ്ടാമത്തെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, പിന്നെ റൈറ്റ് ഹാൻഡ് പാം റൂള്. അപ്പോൾ ആ 3 റൂളിലും ഓരോ റൂളും ഞാൻ എന്ത് ചെയ്യും, ഇവിടെ പറയും. അതിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി ചാപ്റ്റർ തുടർന്ന് പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് പാം റൂളാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് റൂൾ എന്താണ്, സ്ക്രൂ റൂളാണ്. അപ്പോൾ ഈ സ്ക്രൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് സാധാരണ ഇതിൽ സ്ക്രൂ അറിയാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റും ലൂസൊക്കെ ചെയ്യുന്ന അറിയാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്ക്രൂ ടൈറ്റ് ആവണമെങ്കിലും ലൂസ് ആവണമെങ്കിലും നമ്മൾ എങ്ങോട്ട് തിരിക്കേണ്ടത്. ഇപ്പോൾ എന്ത് സ്ക്രൂ ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഞാൻ സ്ക്രൂ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ, ഇത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രൂ അകത്തേക്ക് ടൈറ്റ് ആവുക ചെയ്യുക, അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രൂ പുറത്തേക്ക് ലൂസായി വരിക ചെയ്യുക. ആ ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, എഫ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എഫ് ബിയുടെ ദിശയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തിന് സഹായം വേണം, വിൻ്റെയും ബിൻ്റെയും ദിശ നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ വി ബി എന്ന് വിചാരിച്ചോ, ഇത് വിയുടെ ദിശയാന്ന് വിചാരിച്ചോ, ഇത് ബി ആന്ന് വിചാരിച്ചോ. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, റൂളിൻ്റെ റൊട്ടേറ്റ് ദ സ്ക്രൂ ഫ്രം ബി ടു ബി, വിയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഇവിടെ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അല്ലേ? ഇത് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടല്ല ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സ്ക്രൂ ആയിട്ട് വിചാരിച്ചോ, സ്ക്രൂ നമ്മൾ ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇതല്ല സ്ക്രൂവിൻ്റെ സെൻറ്റർ എന്ന് വിചാരിച്ചോ, ഇതാണ് സ്ക്രൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് റൊട്ടേഷനാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ക്രൂ ടൈറ്റ് ആവണോ ലൂസ് ആവണോ, സ്ക്രൂ എന്ത് ചെയ്യുക, ലൂസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, സ്ക്രൂ വിൽ ലൂസ് ആവുന്ന പറഞ്ഞാൽ പുറത്തേക്ക് വരിക. അപ്പോൾ ഡയറക്ഷൻ കണ്ട വരിക ഔട്ട്വേർഡ്സ്. അപ്പോൾ എഫ് ബിയുടെ ഡയറക്ഷൻ കണ്ട വരിക, എഫ് ബിയുടെ ഡയറക്ഷൻ അങ്ങോട്ട് വരിക ഔട്ട്വേർഡ്സ്. സിമ്പിൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്കാണ് വരിക. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ വിയിൽ നിന്ന് ബിയിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. വിയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇത് പുറത്തേക്ക് ലൂസായിട്ടാണ് വരിക. അപ്പോൾ എഫ് ബിയുടെ ഡയറക്ഷൻ എന്താണ്, ഔട്ട്വേർഡ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഒന്ന് മാറ്റി ചിന്തിക്കുകയാണ്. സപ്പോസ് വി ഇവിടെയാണെന്ന് വിചാരിച്ചോ, ബി ഇവിടെയാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ തിരിക്കുമോ ഞാൻ. അപ്പോൾ ഞാൻ വി ക്രോസ് ബി ചെയ്യുക. വി ക്രോസ് ബി ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇതങ്ങോട്ട്. അപ്പോൾ സ്ക്രൂ ഇങ്ങനെ ഉണ്ടാവും, ഇതാണ് നമ്മുടെ സ്ക്രൂ ഇങ്ങനെ ഉണ്ടാവുക, സ്ക്രൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യണത് ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ. ഇതേ റൊട്ടേഷൻ എന്താ, ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുക ഇങ്ങനെ ഉള്ളിലേക്ക് ടൈറ്റായിട്ട് പോകും, അകത്തേക്ക് പോവുക. അപ്പോൾ ക്ലോക്ക് വൈസിൽ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്ക്രൂ വിൽ ടൈറ്റൻ, THN, സ്ക്രൂ വിൽ ടൈറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങോട്ടാ പോവുക, ഇൻവേർഡ്സ് ആണ്, ഇൻവേർഡ്സ് അല്ലേ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ബിയുടെ ഡയറക്ഷൻ എന്താ? എഫ് ബി ഇൻവേർട്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ എന്ത് സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്ക്രൂ റൂളിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ചെയ്യുന്നത് റൊട്ടേറ്റ് ദ സ്ക്രൂ ഫ്രം ബി ടു ബി. ബി ടു ബിയിൽ നിന്ന് സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുക. ഇഫ് സ്ക്രൂ റൊട്ടേറ്റ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദ സ്ക്രൂ വിൽ ടൈറ്റൻ. എന്ന് വെച്ചാൽ സ്ക്രൂ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സ്ക്രൂ അകത്തേക്ക് പോകും. വിച്ച് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് എഫ് ബി ഈസ് ഇൻവേർട്സ്. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ അതായിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ? എഫ് ബിയുടെ ഡയറക്ഷൻ. പിന്നെ അതേപോലെ തന്നെ ഇഫ് സ്ക്രൂ റൊട്ടേറ്റ്സ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ലൂസായിട്ട് വരും. അപ്പോൾ ദ സ്ക്രൂ വിൽ ലൂസൺ. എന്ത് ചെയ്യും? സ്ക്രൂ എന്ത് ചെയ്യും? ലൂസ് ആവും. അപ്പോൾ ദിസ് മീൻസ് വിച്ച് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് എഫ് ബി ഈസ് ഔട്ട്വേർഡ്സ്. അപ്പോൾ എഫ് ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ റൂൾ 1 അല്ലെങ്കിൽ സ്ക്രൂ റൂൾ. ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എഴുതിയെടുത്തോ. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ നിയമം പറയാം. രണ്ടാമത്തെ റൂൾ അതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കും. ആ ലെഫ്റ്റ് ഹാൻഡിൻ്റെ 3 ഫിംഗേഴ്സ് എടുക്കും. ഏത് ഫിംഗേഴ്സ്? ഇത് തം ഫിംഗർ ആണ്, ഇത് ഫോർ ഫിംഗർ ആണ്, ഇത് മിഡിൽ ഫിംഗർ ആണ്. ഈ 3 ഫിംഗർ നമ്മൾ ഇങ്ങനെ പിടിക്കും. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഇവയ്ക്കിടയിലുള്ള ആംഗിളൊക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തം ഫിംഗർ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരും. ഫോർ ഫിംഗർ നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരും? മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ തരും. അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ എന്തിൻ്റെ ഡയറക്ഷൻ തരും? വെലോസിറ്റിയുടെ ഡയറക്ഷൻ തരും. ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. തം ഫിംഗർ എഫ് ബിയുടെ ഡയറക്ഷൻ തരും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ. പിന്നെ ഫോർ ഫിംഗർ നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരും? മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ ഡയറക്ഷൻ തരും. മിഡിൽ ഫിംഗർ നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരും? വെലോസിറ്റി ഡയറക്ഷൻ. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. അപ്പോൾ ഇത് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏതൊരു സിറ്റുവേഷൻ എടുത്താലും ആ സിറ്റുവേഷൻ നമ്മൾ കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. പക്ഷേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉപയോഗിക്കുക. അത് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ ഹോൾഡ് തം ഫിംഗർ, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ് ആണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയിൽ പിടിക്കുക. ദെൻ ദ തം ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. തം ഫിംഗർ നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരും? മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരും, എഫ് ബി. ഫോർ ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. ആൻഡ് മിഡിൽ ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ചാർജ്. ചാർജിൻ്റെ വെലോസിറ്റി, ഈ ഫിംഗർ എന്ത് ചെയ്യും? വെലോസിറ്റി ഓഫ് ചാർജ് ഡയറക്ഷൻ നമുക്ക് തരും. ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. ഇത് നിങ്ങൾ 10th കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും എഴുതോ. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ റൂൾ പറയാം. അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം റൂൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ തുടർന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കും. റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഈ കൈ. റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിക്കും. ഈ രീതിയിൽ പിടിച്ചിട്ട് നമുക്കിവിടെ 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെ ആവശ്യമുണ്ട്? മാഗ്നറ്റിക് ഫോഴ്സ്, വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ഫിംഗേഴ്സ് എടുക്കും. ഈ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിൽ ആരെ സെറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ സെറ്റ് ചെയ്യും. ഈ തമ്പിൻ്റെ ഡയറക്ഷനിൽ ആരെ സെറ്റ് ചെയ്യും? വെലോസിറ്റി, ചാർജിൻ്റെ വെലോസിറ്റിനെ സെറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പാമ്പ് നമുക്കറിയും. ഈ ഭാഗമല്ലേ പാമ്പ് നമുക്ക് എന്ത് തരും? നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ദിശ തരും. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അങ്ങനെ തമ്പ്, വെലോസിറ്റി, ഫിംഗേഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, പാം, മാഗ്നറ്റിക് ഫോഴ്സ്. ഇതിനെയാണ് നമ്മൾ പറയുക? റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സപ്പോസ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇപ്പോൾ സപ്പോസ് വെലോസിറ്റി ചാർജ് ഈ ദിശയിലാണ് മൂവ് ചെയ്യുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ഈ ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡ് എടുക്കും. ഇതാണ് റൈറ്റ് ഹാൻഡ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും?
ഈ ഫിംഗേഴ്സിനെ മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ സെറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കും, അകത്തേക്കായി. ഇനി നമ്മൾ തമ്പിനെ ഫ്രീ ആക്കും. തമ്പിൻ്റെ ഡയറക്ഷനിൽ ആര് സെറ്റ് ചെയ്യും? വെലോസിറ്റിനെ സെറ്റ് ചെയ്യും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അപ്പോൾ തമ്പ് നേരെ നമ്മൾ അപ്പുറത്തേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കായി, വെലോസിറ്റി അങ്ങോട്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് മുകളിലേക്കല്ലേ, പാം മുകളിലേക്കല്ലേ, അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട് FP. റെഡി അല്ലേ? സെറ്റല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ. മാഗ്നറ്റിക് ഫീൽഡാണെന്ന് വിചാരിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്, ഇൻറ്റു ഔട്ടാണ്. B. ഓക്കെ അല്ലേ? ഇനി സപ്പോസ് ചാർജ്ഡ് പാർട്ടികൾ മൂവ് ചെയ്യുന്നത് ഈ ദിശയിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് കണ്ടെത്തണം. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്തെടുക്കും? റൈറ്റ് ഹാൻഡ് എടുക്കും. റൈറ്റ് ഹാൻഡിൻ്റെ ബീൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യും. ബി ഡയറക്ഷൻ പുറത്താണ്, പുറത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുക, ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കുക, പുറത്തേക്കല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വെലോസിറ്റി ഓഫ് ചാർജ് ഇത് ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചു അല്ലേ. വെലോസിറ്റി ഓഫ് ചാർജ്, തമ്പിൻ്റെ ഡയറക്ഷനിൽ വെലോസിറ്റി ഓഫ് ചാർജ് സെറ്റ് ചെയ്യുക, അത് അപ്പുറത്തേക്കാണ്. അപ്പോൾ നമ്മൾ തിരിക്കുക, എങ്ങനെ ഈ രീതിയിൽ പിടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാമ്പ് അങ്ങോട്ട് വരുന്നത് മുകളിലേക്കല്ലേ വരുന്നത്, അപ്പോൾ ഫോഴ്സ് മുകളിലേക്ക്. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ. സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വിചാരിച്ചു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചു, ഇത് വെലോസിറ്റി. എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരിക? സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പാമ്പ് എടുക്കും, പാമ്പല്ല, റൈറ്റ് ഹാൻഡ് എടുക്കും. റൈറ്റ് ഹാൻഡിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയല്ലേ, താഴത്തേക്കല്ലേ, ഈ രീതിയിലല്ലേ അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് അല്ലേ, ഈ ഡയറക്ഷനിലെ വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഈ തമ്പിനെ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ പിടിക്കും. അപ്പോൾ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാമ്പ് അങ്ങോട്ട് അകത്തേക്കല്ലേ, അപ്പോൾ FP അങ്ങോട്ടാ അകത്തേക്ക്. അപ്പോൾ ഇവിടെ FP ഇൻറ്റു. റെഡി അല്ലേ? ഇതാണ് നമ്മുടെ എന്ത്? റൈറ്റ് ഹാൻഡ് പാം റൂൾ. അപ്പോൾ സെറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡിൽ സെറ്റ് ചെയ്യുക. ആൻഡ് തം ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ചാർജ്. തം ഫിംഗറിനെ വെലോസിറ്റി ഓഫ് ചാർജിന് ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. ദെൻ ദ പാം ഓഫ് റൈറ്റ് ഹാൻഡ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാമിൻ്റെ ഡയറക്ഷൻ തരും, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറയാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വരാൻ പോകുന്ന സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് കാണുക. കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ, ചാർജർ പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ പാത്ത് കണ്ടിട്ടുണ്ട്, പല ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കാൻ അതിൻ്റെ സഞ്ചരിച്ച പാത കണ്ടെത്താണ്ട്. ആ പാത കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ റൂള് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അറിയണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പേ ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.